ഹലോ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ലിവിങ് ഏപ്രിൽ. അപ്പോൾ നമ്മൾ പാർട്ട് 5ലേക്ക് വന്നിരിക്കുകയാണ്. പാർട്ട് 4 ഞാൻ എങ്ങനെയാണ് നമ്മൾ റിവിഷൻ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാനതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ പാർട്ട് 5 നമ്മൾ എടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് PYQ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് PSC PYQ ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കുന്നതുമായിട്ടുള്ള സൈറ്റ് PSC ത്രില്ല എന്ന് പറയുന്ന ആ ഒരു സൈറ്റാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ പ്രിലിംസ് ആയിക്കോട്ടെ, മീൻസ് 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, പിന്നെ അതുപോലെ തന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതിൻ്റെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ബാച്ചിൽ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ആൻസർ കീയും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പർ സ്റ്റേജ് 1ൻ്റെ ആണ്, 2022 എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യമൊക്കെ എനിക്ക് അത് എഴുതിയ സമയത്ത് ഞാൻ അറിയാൻ മേലാത്തത് ഞാൻ ബ്ലാങ്ക് ഇട്ടു വന്നപ്പോൾ ബ്ലാങ്ക് വന്നതിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചതൊന്നും അത്ര ശരിയായിട്ടില്ല, ഇനിയും ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ പതുക്കനെ ആ ഒരു ശ്രമം കൈവിടാതെ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തായിരുന്നു. ഞാൻ ആ പകുതി തന്നെ ഡീമോട്ടിവേറ്റഡ് ആയിപ്പോയായിരുന്നു. പിന്നെ ഞാൻ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 മനസ്സിലായില്ലെങ്കിലും ഇത് ഇനി വരുന്നത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം അതിലൂടെ ഞാൻ പോയി. അപ്പോൾ എനിക്ക് കുറേയൊക്കെ എനിക്ക് എഴുതാൻ പറ്റിയിട്ടു. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ കുറേ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ ഒട്ടും അറിയാൻ മേലാത്തതായിട്ടുള്ളതും പിന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഇപ്പോൾ 2 ഓപ്ഷൻ നമുക്കറിയാമായിരിക്കും. അതിൽ ഇതാണോ എന്ന് നമുക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഉള്ളത് വരെ ഞാൻ വിട്ടിട്ടുണ്ട്. പക്ഷെ ആൻസർ നോക്കിയപ്പോൾ പലതും ഞാൻ വിചാരിച്ചത് തന്നെയായിരുന്നു. അതും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് എനിക്ക് കൂടുതൽ കിട്ടിയാനേ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് നമുക്കത് കിട്ടിയില്ല എന്നും വെച്ചിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകരുത്. ചിലപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നാതിരിക്കാം. പക്ഷേ നമ്മളത് അറ്റ്ലീസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, അറ്റൻഡ് ചെയ്യുമ്പോഴേ ഇങ്ങനത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ ടൈമൊക്കെ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഒരു ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് ഇതാണ് എൻ്റെ മാർക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. സ്റ്റേജ് 1 തന്നെയായിരുന്നു, LGS തന്നെയായിരുന്നു. പക്ഷേ കോഡ് വന്നത് 053/2022 കേട്ടോ. 25 എന്നാണ് എഴുതി വെച്ചിരുന്നത്. അത് മാത്രമല്ല, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ വെച്ച് കമ്പയർ ചെയ്ത് നോക്കി. എനിക്ക് തെറ്റിപ്പോയതും ബ്ലാങ്ക് ചെയ്തതും തന്നെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഈ നിലവിൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതിൽ ഓരോന്നോരോന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് ചെയ്തത് കേരള നിയമസഭയുടെ 2021 നിലവിൽ വന്ന എത്രാമത്തെ നിയമസഭയായിരുന്നു. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയായിരുന്നു? 15 എന്നാണ് ആൻസർ. അപ്പോൾ 5 വർഷ കാലാവധിയാണ്. 2026 ഉണ്ടാവും. എത്രാമത്തെയാണ്? 16ാമത്തെയാണ്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് നോട്ട് ചെയ്തിട്ടുണ്ട്. കേരള നിയമസഭ 2026 16ാമത്തെ നിയമസഭയായിരുന്നു കേട്ടോ. പിന്നെ വരുന്നത് ISRO വിക്ഷേപിച്ച സാറ്റലൈറ്റിനെ പറ്റിയിട്ടാണ്. 2022 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ചത് ഏതാണ്? പേര് ചോദിച്ചിരിക്കുന്നത് EOS 04 ആണ്. എങ്കിൽ 2026 അത് ഏതായിരിക്കും? EOS N1 ആണ് കേട്ടോ. അത് പ്രത്യേകം നോട്ട് ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണെന്നാണ്. അതിൽ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരുന്നത്, അതിൽ പെടാത്തതായിട്ട് കൊടുത്തിരുന്നത് ലൂണിയാണ്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് പെടുന്നതായിരുന്നു, നർമ്മദ, ഗോദാവരി, അങ്ങനെയുള്ള നദികളൊക്കെ. അപ്പോൾ ആദ്യം എന്താണ് ഉപദ്വീപീയ നദികൾ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്
3 വശങ്ങളും കടലിനാൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് അതിനെ ഉപദ്വീപ് അല്ലെങ്കിൽ പെനിൻസുല എന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയെ ആശ്രയിച്ചൊഴുകുന്ന നദികളാണ് ഇതൊക്കെ. അതിനാൽ വേനൽക്കാലത്ത് ഇവയിൽ വെള്ളം കുറവായിരിക്കും. ഓക്കെ, വടക്കേ ഇന്ത്യൻ നദികൾ മഞ്ഞുരുകി ഉണ്ടാകുന്നതിനാൽ എപ്പോഴും വെള്ളമുണ്ടാകും. ഇനി ഈ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതും കിഴക്കോട്ടൊഴുകുന്നതും കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറോട്ടൊഴുകുന്ന പ്രധാന നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തി, സബർമതി, മാഹി. സാമന്ത എന്ന് ഓർത്താൽ മതി. അതിലെ എ എല്ലാം കളഞ്ഞിട്ട് SMNT മാത്രം ഓർക്കുക. സബർമതി, മാഹി, നർമ്മദ, താപ്തി. S for സബർമതി, M for മാഹി, N for നർമ്മദ, T for താപ്തി. ഇനി കേരളത്തിലെ പ്രധാന പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരവതിയും പെരിയാറുമാണ്. ഓക്കെ, ഇനി കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണിവ. പ്രധാന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി. മഹാത്മാഗാന്ധി KK എന്ന് ഓർത്താൽ മതി. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, MGKK. ഇനി ലൂണി എന്തുകൊണ്ടാണ് ഇതിൽ പെടാത്തത് നമുക്ക് നോക്കാം. ഇതൊരു ഡെസേർട്ട് റിവറാണ്. ഇന്ത്യയിലെ ഒരേ ഒരു അന്തർവാഹിനി നദി, അതായത് ഡെസേർട്ട് റിവർ എന്നാണ് അതിന്റെ അർത്ഥം. ഇൻലാൻഡ് ഡ്രെയിനേജ് റിവർ. ഇനി ലൂണി നദി എന്തുകൊണ്ടാണ് ഇതിൽ പെടാത്തത്, ഉപദ്വീപീയ നദികളിൽ പെടാത്തത് എന്നാണ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഒരേ ഒരു അന്തർവാഹിനി നദിയാണ് ഇൻലാൻഡ് ഡ്രെയിനേജ് റിവർ ആണ് ലൂണി. രാജസ്ഥാനിലെ ആരവല്ലി പർവ്വത നിരകളിൽ പുഷ്കർ വാലി എന്നും പറയാറുണ്ട് നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉപദ്വീപീയ നദികളിൽ പെടുന്നില്ല എന്ന് പറയാൻ കാര്യം? ഉപദ്വീപീയ നദികൾ ഒഴുകുന്ന അറബിക്കടലിലോ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലിലോ ചെന്ന് പതിക്കും. എന്നാൽ ലൂണി നദി അങ്ങനെ പതിക്കില്ല. ഇത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലത്തിലാണ് വന്ന് ചെല്ലുന്നത്. അപ്പൊ കടലിൽ എത്താത്തത് കൊണ്ട് ഇതിനെ അന്തർവാഹിനി നദി എന്ന് വിളിക്കുന്നതും ഉപദ്വീപീയ നദികളുടെ പ്രധാന ലിസ്റ്റിൽ പെടാത്തതുമായതാണ്. ഇനി ഇതിൽ നിന്ന് കുറച്ച് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഏതാണ്? ഉപദ്വീപീയ എന്ന ടോട്ടലി എടുത്ത് ചോദിക്കുമ്പോൾ ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതെന്ന് എടുത്തു ചോദിക്കുമ്പോഴാണ് നർമ്മദ. ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദികൾ ഏതൊക്കെ? നർമ്മദ, താപ്തി. ഇന്ത്യയിൽ വച്ച് കർക്കിടക രേഖയെ അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ 2 തവണ മുറിച്ചു കടന്ന നദി ഏതാണ്? മാഹി. ഇനി ഇന്ത്യയിലെ പ്രശസ്ത ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരവതി. അത് കർണാടകയിലാണ് കേട്ടോ. അടുത്തത് വരുന്നത് ശിവസമുദ്രം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മൾ നോക്കുക. നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല ഇപ്പൊ ഏറ്റവും നീളം കൂടിയത്, ആഴം കൂടിയത്, വീതി കൂടിയത്, അതൊക്കെയാണ് ചോദിക്കാറുള്ളത് നദികളിൽ. പിന്നെ അവിടെ എന്ത് പ്രധാനപ്പെട്ടതായിട്ട് എന്ത് ആനിമൽസ് ആണുള്ളത്, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ പഠിക്കുക. അതാണ് ഒരു ക്വസ്റ്റ്യൻ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ പഠിക്കാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. കീപ് ലേണിംഗ് and keep improving.